നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി 4 പ്രതികളെ വെറുതെ വിട്ടതിനെക്കുറിച്ച് പ്രതികരിച്ച് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥ ബി സന്ധ്യ IPS ഈ വിധി ഒരു കാരണവശാലും അന്തിമമല്ലെന്നും മേൽക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും അവർ വ്യക്തമാക്കി. ഒരുപാട് വെല്ലുവിളികൾ വിചാരണാ വേളയിൽ തങ്ങൾ നേരിട്ടു. ഈ കേസിന്റെ അന്തിമ വിധി വരുന്നതുവരെ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും അതിജീവിതയ്ക്കൊപ്പം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും. മേൽക്കോടതിയിൽ ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് നോക്കുന്നതെന്നും ബി സന്ധ്യ പറഞ്ഞു. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനാൽ പ്രതികളെ വെറുതെ വിട്ടയച്ച വിധി വന്നാലും ഇത് ഒരു താൽക്കാലിക വിധിയായി മാത്രമേ കാണാനാകൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. ഗൂഢാലോചന എപ്പോഴും നിയമപരമായ ഒരു വലിയ വെല്ലുവിളിയാണെന്നും സന്ധ്യ നിരീക്ഷിച്ചു. അന്വേഷണ സംഘം മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നും അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും ബി സന്ധ്യ പറഞ്ഞു. മാറി മാറി വന്ന പ്രോസിക്യൂട്ടർമാരുടെ പ്രവർത്തനങ്ങളെയും അവർ പ്രശംസിച്ചു. ഈ കേസ് കേരളത്തിലെ സിനിമാ മേഖലയിൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങൾക്ക് വഴി തുറന്നുവെന്നും അവർ വിലയിരുത്തി. കേസിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളെയാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. ഇവരുടെ ശിക്ഷാവിധി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. കുറ്റക്കാരായി കണ്ടെത്തിയ 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ B, 4-ാം പ്രതി വിജീഷ് VP, 5-ാം പ്രതി സലീം H, 6-ാം പ്രതി പ്രദീപ്. ഇവരുടെ പേരിൽ കൂട്ടബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ബി സന്ധ്യയുടെ ഈ പ്രതികരണങ്ങൾ കേസിൽ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള നിയമപോരാട്ടത്തിന്റെ സൂചനയാണ്. ഈ വിഷയത്തിൽ കോടതിയുടെ അന്തിമ വിധി അറിയാൻ കേരളം ഉറ്റുനോക്കുകയാണ്.